of this world. John 8:12. ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം. വെളിച്ചത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദി വെളിച്ചം എന്താണെന്ന് വ്യക്തമായിട്ട് 1-ാം ക്ലാസ്സിലെ ദൈവം തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചു. ദൈവം സൃഷ്ടിച്ച സൂര്യനും ചന്ദ്രനും അല്ല ആദി വെളിച്ചം. ആദി വെളിച്ചം ദൈവം തമ്പുരാൻ തന്നെയാണ്. ഈ ആദി വെളിച്ചമാണ് വെളിപ്പാട് വരുമ്പോഴും നമുക്ക് കാണുന്നത്. നമുക്കതിലേക്ക് പിന്നെ കിടക്കാം. അപ്പം നമ്മൾ വെളിച്ചത്തെക്കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞ യോഹന്നാൻ്റെ സുവിശേഷം 8:12 ഇങ്ങനെ വായിക്കുന്നു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. എന്നെ അനുഗമിക്കുകയാണെങ്കിൽ ഇരുട്ടിൽ നടക്കാൻ ഒക്കത്തില്ല. അത് പീരിയഡ്, അതിൽ കൂടുതലൊന്നുമില്ല. നമ്മൾ ഇരുട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നടക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നില്ല. അത് വ്യക്തമായിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ വെളിച്ചം ചെറിയ വെളിച്ചമൊന്നും അല്ല. പക്ഷെ നമ്മൾ എത്രമാത്രം അവൻ്റെ വെളിച്ചത്തെ നമ്മളിൽ കൂടെ പകരാൻ ആഗ്രഹിക്കുന്നു, എത്രമാത്രം. ഇപ്പം നമ്മൾ വലിയ കൂരിരുട്ടാണെങ്കിൽ അതിനകത്തൊരു ചെറിയ മെഴുതിരി കത്തിച്ചാൽ തീർത്തും ഇരുട്ടിനെ എക്സ്പെൽ ചെയ്യും. ബട്ട് ദ ഇഫക്റ്റ് ഈസ് സ്മോൾ. നമുക്കൊരു വലിയ വെപ്രാളത്തിനകത്ത് ഒരു ചെറിയ വെളിച്ചം നല്ലതായിരിക്കാം, ബട്ട് ഇറ്റ് ഡസൻ സസ്റ്റെയിനസ്. പക്ഷെ നമ്മൾ ഈ വെളിച്ചം അങ്ങോട്ട് വലിയ ശക്തമായ വെളിച്ചമായിട്ടിരിക്കണമെങ്കിൽ, ഞാനാകുന്ന ഒരു വ്യക്തിയിൽ മുഴുവൻ ഈ വെളിച്ചമാണ് കത്തി നിൽക്കുന്നതെങ്കിൽ അത് എത്ര പേർക്ക് പ്രയോജനം വരും. ആ വെളിച്ചം കത്തിക്കൊണ്ട് തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ വെളിച്ചമാകുന്നത്? എങ്ങനെ വെളിച്ചമാകുമെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് നോക്കാം. നമ്മളൊരു ലൈറ്റ് ബൾബ് എടുത്ത് നോക്കുക, അത് തന്നെ ഒരിക്കലും കത്തത്തില്ല. എത്ര വലിയ ശക്തിയുള്ള ലൈറ്റാണെങ്കിലും ചെറിയ ലൈറ്റാണെങ്കിലും തന്നെ ഒരിക്കലും അത് കത്തത്തില്ല. അത് കത്തണമെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ അതിനെ പിടിച്ച് ഞെക്കിയാൽ അത് കത്തൂല. പക്ഷേ നമ്മൾ അതിനെ പവർ സോഴ്സിലോട്ട് കുത്തിവെക്കുമ്പോൾ ആ പവറുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ സ്വിച്ച് ഇട്ടാൽ അത് കത്തും, അല്ലെങ്കിൽ കത്തത്തില്ല. എത്ര ശക്തി ഉണ്ടെന്ന്. അത് തന്നെയാണ്, ഒരു പവർ സോഴ്സ് നമുക്കില്ല എങ്കിൽ നമ്മൾ ഈ സൂര്യനെയും ചന്ദ്രനെയും നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ശക്തിക്ക് പരിമിതിയുണ്ട്, ലിമിറ്റുണ്ട്. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഗോഡ് വാണ്ട്സ്. അപ്പം ദൈവം നമ്മളോട് പറയുകയാണ്, അത് എത്ര പവറായാലും ഈ കറണ്ട് സോഴ്സ് ശരിയല്ല എങ്കിൽ നമ്മുടെ വെട്ടത്തിന് ശക്തിയില്ല. അത് വെറും ഒരു ഭൗമികമായ വെളിച്ചം അല്പനേരത്തേക്ക് ഫ്ലിക്കർ ചെയ്യുന്നതാണ്, അത് നിലനിൽക്കുന്നതല്ല. അതുപോലെ നാം പ്രകാശിക്കണമെങ്കിൽ യേശുവിനോടുള്ള കണക്ഷൻ വേണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയണം. അപ്പോൾ ആത്മീക വെളിച്ചം നമ്മളിൽ ശോഭിക്കും. അപ്പം വെളിച്ചം, നമ്മൾ ഇരുട്ടിലിരിക്കുന്ന നമുക്ക് വെളിച്ചത്തിന്, ഇരുട്ടിലുള്ളവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. എന്താണ് ഇരുട്ടിലിരിക്കുന്നവർക്ക്? ഒന്നാമത് ചിന്താക്കുഴപ്പം, കൺഫ്യൂഷൻ. എല്ലാത്തിലും നമുക്ക് കൺഫ്യൂഷനാണ്. ഭയം, ഫിയർ, വിഷാദം, ഡിപ്രഷന്, പിന്നെന്താ സങ്കടം. എന്തിനാ സങ്കടം എനിക്കറിഞ്ഞൂടാ. ചിലരെന്നെ വിളിച്ചു വരും, ആൻറ്റി എനിക്കൊരു സുഖം തോന്നുന്നില്ല, സങ്കടം. ഞാൻ പറയും, എന്ത് സങ്കടം? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ സങ്കടം. അവർക്ക് അതിൻ്റെ റീസൺ അറിഞ്ഞുകൂടാ. പിന്നെ എന്നാ നിസ്സഹായത, നമുക്കൊരു ഹെൽപ്ലെസ്സിലാണ്. എനിക്ക് എന്നെ എങ്ങനെ രക്ഷിക്കണം എന്നറിയത്തില്ല. ഇതെല്ലാം ഇരുട്ടിൻ്റെ ഇഫക്റ്റാണ്. പിന്നെ ഇരുട്ട് കൂടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരുട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കണ്ടാൽ എല്ലാം നമുക്ക് തോന്നും അവർക്കും അപ്പടി ഇരുട്ടാണ്. നമ്മളാ വെളിച്ചം സ്വീകരിക്കാൻ പോലും തയ്യാറല്ല. അപ്പോൾ ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടിക്കഴിയുമ്പോഴായിരിക്കണം ഈ സൈക്യാട്രിക് അസുഖം വന്നിട്ട് മനുഷ്യനല്ലാതായി മാറുന്നത്. കാരണം ഈ വെളിച്ചമില്ലാതെ പോകുന്നു. നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ കൂടെ ശക്തി പ്രാപിക്കാൻ നോക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ യേശുവിൻ്റെ പ്രകാശമാണ് നമ്മളിൽ വരുന്നത് എങ്കിൽ എന്ത് സംഭവിക്കുന്നെന്ന് നോക്കാം. അങ്ങനെയാകുമ്പം പേടിച്ചിരിക്കുന്നവർക്ക് ധൈര്യം വരും, നിസ്സഹായവർക്ക് സഹായം കിട്ടും, ആപത്തിലിരിക്കുന്നവർക്ക് രക്ഷ കിട്ടും, നിരാശർക്ക് അവർക്കൊരു പ്രത്യാശ വരും, ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം കിട്ടും, രോഗികൾക്ക് സൗഖ്യം വരും. ഇതൊക്കെയല്ല നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളവർക്ക്. നമ്മുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി, അതായത് ദൈവത്തിൻ്റെ തൃത്വമാകുന്ന പരിശുദ്ധാത്മാവ്, കർത്താവ് പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഹായകനാണ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ്, എൻ്റെ വക്കീലാണ്, എന്നെ ഉപദേശിക്കുന്നവനാണ്, എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന എക്സിക്യൂട്ടീവ് പവറാണ്. ഈ ദൈവത്തെ അറിഞ്ഞിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മളുണ്ടോ? നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് എങ്ങനെ അറിയും? നമ്മളെങ്ങനെ പരിശുദ്ധാത്മാവിലെ ജീവിതം നമുക്ക് എങ്ങനെ അറിയാം? കാരണം നമുക്ക് ആ നിത്യപ്രകാശം നമ്മൾ കണ്ടിട്ടുള്ളവർക്ക് ഇതിന് പവർ സോഴ്സ് ഈ വേദപുസ്തകത്തിനകത്തുനിന്നാണ് വരുന്നത്. വചനം എടുത്ത് വായിച്ച്, വചനം മെഡിറ്റേറ്റ് ചെയ്ത്, വചനം ചവച്ചരച്ച് നമ്മൾ വചനം ഭക്ഷണമാക്കണം.
എന്നാലേ അന്നത്തെ ശക്തി കിട്ടുന്നത്. ദൈവം പറയുന്നില്ലേ, മനുഷ്യൻ പുറമേ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടല്ല ബലം പ്രാപിക്കേണ്ടത്, പിന്നെയോ ദൈവവചനമാകുന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അത് ദൈവത്തെ തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഞാൻ തന്നെയാണ് ജീവൻ്റെ അപ്പമെന്ന് പറയുന്നുണ്ട്. ആ ജീവൻ്റെ അപ്പം ഏതായാലും യേശു ഇപ്പം മനുഷ്യരൂപത്തിൽ നിൽക്കുന്നില്ല. ആ സ്ഥിതിക്ക് ദൈവവചനത്തിൽ കൂടെ മാത്രമേ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ദൈവവചനത്തിന് സ്വപ്നമാണ് എന്നിരിക്കട്ടെ, അല്ലെ ദർശനമാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജ്ഞാനമെന്ന് പരിജ്ഞാനം, എല്ലാത്തിൻ്റെയും സോഴ്സ് വചനമാണ്. അപ്പം നമ്മൾ 2 തരത്തിലുള്ള, ഒന്ന് മെയിൻ ലൈൻ ചർച്ചസ്, അവരെല്ലാം എടുത്തിരിക്കുന്നത് വചനത്തിൽ നിന്നാണ്. അല്ലാതെ അവർക്ക് പുതിയതായിട്ടുള്ള ഈ ചുമ്മാ ഇരുന്ന് ദർശനം കിട്ടിയത് എഴുതിയതല്ല. ദൈവം പറഞ്ഞു കൊടുത്ത ദൈവശ്വാസമാകുന്ന വചനത്തിൽ നിന്ന് കിട്ടിയ ശക്തിയിൽ നിന്നാണ്. പിന്നെ നമ്മൾ ഈ പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പുകൾ, അവർ ഇൻഡിപെൻഡൻറ്റ് ചർച്ച്, അവരും വെട്ടം ലഭിക്കുന്നത് ഈ വചനത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം ദൈവവചനത്തിൻ്റെ ആധാരത്തിലല്ല ദർശനമെങ്കിൽ, പ്രകാശമെങ്കിൽ അവിടെ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഏത് ദർശനവും ഏത് പ്രോഫസിയും ഏത് ഉപദേശവും കിട്ടുന്ന ദൈവവചനമായിട്ട് ടാലി ചെയ്യണമെന്ന് ദൈവം ചെക്ക് ദ സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്. അത് സ്പിരിറ്റിനെ ചെക്ക് ചെയ്യാൻ വളരെ നിർബന്ധമായിട്ട് ദൈവം നിർബന്ധിക്കുന്നുണ്ട്. അത് എല്ലാ സ്പിരിറ്റിനെയും ഒന്നും വിശ്വസിക്കരുതെന്നും പറയുന്നുണ്ട്. അപ്പം പരിശുദ്ധാത്മാവ് വരുമ്പം സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും അവൻ പറ്റിയതാണ്. നമ്മൾ ഈ മനുഷ്യരെ നോക്കുമ്പോൾ പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. ഈ ആത്മീക മനുഷ്യർക്ക് ഈ വചനം കേൾക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വരുന്നു. സാധാരണ മനുഷ്യരോട് ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. വേദപുസ്തകത്തിൽ 3 തരത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആത്മീക മനുഷ്യരെക്കുറിച്ച് എന്താണ് ആത്മീയ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവൻ ആത്മാവിനെ വിവേചിച്ചറിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ 1 കൊരിന്ത്യറിനകത്ത് വ്യക്തമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യരെ തിരിച്ചിരിക്കുന്നതെന്ന് പൗലോസ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2:14 തൊട്ട് ദൈവം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നത് 2:14 ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവാത്മാവല്ലാതെ ആരും ദൈവത്തെക്കുറിച്ച് ഗ്രഹിക്കുന്നില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പം നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ എല്ലാ കാര്യം വെളിപ്പെടുത്തി തരും. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദ ഡീപ്പ് കോൾസ് ദ ഡീപ്പ്. അപ്പം ഡീപ്പ് കോൾസ് ദ ഡീപ്പ് എന്ന് പറയുമ്പം ആത്മാവ് തീക്ഷ്ണമായിട്ട് ദൈവത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ സത്യവെളിച്ചം അറിയത്തുള്ളൂ. അപ്പം 3 തരത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് പറയുമ്പം, 1 നാച്ചുറൽ മാൻ, പ്രാകൃത മനുഷ്യൻ; 2 കാർണൽ മാൻ, ജഡിക മനുഷ്യൻ. ദാറ്റ് ഈസ് ആക്ച്വലി 1 കൊരിന്ത്യറിനകത്ത് 3-നകത്ത് എഴുതിയിരിക്കുന്നു. പിന്നെ 3-ാമത്തെ സ്പിരിച്വൽ മാൻ അല്ലെങ്കിൽ ആത്മീക മനുഷ്യൻ, 1 കൊരിന്ത്യർ, അതും 2-ാം അധ്യായത്തിൽ. അപ്പോൾ വായിച്ചു നോക്കാം. നാച്ചുറൽ മാൻ അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യനെ കുറിച്ച് പറയുന്നത് 1 കൊരിന്ത്യർ 2:14 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പ്രാകൃത മനുഷ്യനെ നാച്ചുറൽ മാൻ എന്നാണ് പറയുന്നത്. അത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പരിശുദ്ധാത്മാവില്ലെങ്കിൽ അവർ പ്രാകൃത മനുഷ്യനാണ്. അവരുടെ 5 സെൻസസിലാണ് അവർ ജീവിക്കുന്നത്. 5 സെൻസസ് എന്ന് പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, ചെവി, ടച്ച്, സ്മെല്ല്, ഇതൊക്കെയാണ്. ഈ 5 സെൻസസിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് അതിൽ കൂടുതൽ ചിന്തിക്കാൻ അറിയത്തില്ല, അതിൽ കൂടുതൽ ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല, അവർക്ക് പരിജ്ഞാനമില്ല. അങ്ങനെയുള്ളവരെ പ്രാകൃത മനുഷ്യനെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തേത് 1 കൊരിന്ത്യർ 3:1 സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിയും. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴോ കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. സങ്കടം. ഇത് ജഡീക മനുഷ്യരെന്ന് പറഞ്ഞാൽ ദൈവത്തെ, ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലും കയറിപ്പോകും. പക്ഷെ ജീവിതം മുഴുവനും കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപത്തിൻ്റെ ആശ്രയിച്ച കാണുന്നതിൽ മാത്രം. അതായത് പ്രാകൃത മനുഷ്യൻ്റെ കൂട്ട് തന്നെ ജഡപ്രകാരം ചിന്തിക്കുന്നു, ജഡപ്രകാരം നടക്കുന്നു. ഇവർ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതിനാൽ കർത്താവിൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ ഭൂമിയിലൊന്നും കാര്യമായിട്ട് നേടത്തില്ല, ഒരു റിവാർഡും അവർക്ക് കിട്ടത്തില്ല.
അതുകൊണ്ട് ആത്മീക മനുഷ്യനെക്കുറിച്ചാണ് മൂന്നാമത്. ആത്മീക മനുഷ്യനെന്ന് പറയുന്നത് വ്യക്തമായിട്ടും എഴുതിയിരിക്കുന്നത് 1 കൊരിന്ത്യർ 2:13 തൊട്ടുള്ള വാക്യത്തിൽ, ദൈവം നമുക്ക് നൽകിയത് അറിവാനെ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചു. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ച് ആത്മീകന്മാർക്ക് ആത്മീയമായത് വെളിപ്പെടുത്തുന്നു. അപ്പോൾ ആത്മീക മനുഷ്യൻ എന്ന് പറയുന്നത് സ്പിരിച്വൽ മാൻ ഈസ് ദ വൺ ഹൂ ഈസ് ആക്ച്വലി ലെഡ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ആർ ആക്ച്വലി ഫോളോയിങ് ദ ഡിക്റ്റേറ്റ്സ് ഓഫ് ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ പറയുന്നതനുസരിച്ചും പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന വചന അടിസ്ഥാനത്തിലും ജീവിക്കുന്ന മനുഷ്യനെ മാത്രമേ പരിശുദ്ധാത്മാവിൽ അവരെ ആത്മീക മനുഷ്യനെന്ന് വിളിക്കാനൊക്കത്തുള്ളൂ. ആർ യു എ സ്പിരിച്വൽ മാൻ? സ്പിരിച്വൽ മാനിൻ്റെ ജോലി ദിനംപ്രതി നമ്മൾ ഈ പവർ സോഴ്സിനോട് കണക്ട് ചെയ്യണം. പവർ സോഴ്സ് ക്രിസ്തുവിനോട്, ദൈവവചനത്തോട്, ദൈവിക കൂട്ടായ്മയോട്, ദൈവത്തിൻ്റെ മക്കൾ കൂടിയിരുന്ന് ദൈവത്തിൻ്റെ വചനം എടുത്ത് മെഡിറ്റേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വചനം മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം. ഇങ്ങനെ എല്ലാ സാഹചര്യം ഇന്നിപ്പോൾ നമുക്ക് എക്സ്ക്യൂസസ് ഒന്നുമില്ല. വെറുതെ ഒന്ന് ടെലിഫോൺ എടുത്ത് നോക്കി, മൊബൈൽ എടുത്ത് നോക്കിയാൽ 1000 തരത്തിലുള്ള ദൈവവചനം. പക്ഷേ നമ്മൾ ട്യൂൺഡിൻ്റെ ആണ് ഏത് തരത്തിലുള്ള ഉപദേശങ്ങളാണ് തരുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്നതാണോ അല്ലയോ എന്ന് ആത്മാവിനോട് ടെസ്റ്റ് ചെയ്യണം. എല്ലാ വ്യക്തികൾക്കും എല്ലാവരും പറയുന്നത് സ്വീകരിക്കണം എന്നില്ല. അവനവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് പറ്റിയ വചനം ദൈവം തന്നെ നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. പക്ഷെ നമ്മൾ ആത്മാവിൽ ട്യൂൺഡിൻ്റെ ആയിരിക്കണം, ട്യൂൺഡ് ഇൻ ടു ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ സ്പിരിച്വൽ മാനെക്കുറിച്ച് ഒന്നും കൂടെ പറയുകയാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദൈവവചനത്തിൽ നടക്കുകയും ദൈവാത്മാവിനാൽ നടത്തപ്പെടുകയും ചെയ്യുന്നവനെയാണ് സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീയമാൻ. വൺ ഹു വാക്സ് ബൈ ദ ഡിക്റ്റേറ്റ്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവാത്മാവിനാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വചനാടിസ്ഥാനത്തിൽ തന്നെ ജീവിക്കുന്നവനാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മൾ യേശുവിനെ പോലെ ഭൂമിയിൽ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരും. അങ്ങനെയാണ് നമ്മൾ ഭൂമിക്ക് വെളിച്ചമായും ഉപ്പായിട്ടും മാറുന്നത്. ഒരു ജഡിക മനുഷ്യന് ഭൂമിയുടെ ഉപ്പും വെളിച്ചമായിട്ടൊന്നും നിൽക്കാനൊക്കത്തില്ല, അതിന് ശക്തിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ആത്മീയ കോളത്തിൽ വരുന്നവർക്ക് പോലും ആദ്യ സ്റ്റേജിൽ നമ്മൾ വല്ലവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോകും. ഞാനൊക്കെ ഒത്തിരി ചെയ്തിട്ടുള്ള എല്ലാ സോഴ്സിനും ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്, പണമായിട്ടും ഉപദേശമായിട്ടും നമ്മുടെ പ്രശ്നം. പക്ഷേ നമ്മൾ അവരുടെ കുഴിയിൽ തന്നെ ചെന്ന് വീഴും, കാരണം നമുക്ക് ശക്തി കുറവാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ കുഴിയിൽ നിന്ന് കയറിപ്പോവും, ഉള്ള വഴി മുഴുവനും നമുക്ക് കിട്ടും. നമ്മൾ ചെയ്ത നന്മയൊന്നും അവർ കാണത്തുമില്ല. അപ്പോൾ ഇപ്പോൾ വളരെ കെയർഫുള്ളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചോദിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നിടത്ത് മാത്രമേ. എനിക്കറിയാവുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു, അദ്ദേഹം എപ്പോഴും ഞങ്ങളോട് പറയും, സൗദി അറേബ്യയിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തോട് വരും. ഞാൻ പറയും, അച്ഛനൊന്ന് വീട്ടിൽ വരെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, ഇല്ല, ഞാൻ വരണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ ഞാൻ വരുമെന്ന്. ദാറ്റ് ടച്ച് മീ. നമ്മളെ വിളിക്കുന്നിടത്തെല്ലാം പോകേണ്ടിയവരല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നെങ്കിൽ നമ്മൾ പോകണം, അല്ലാത്തടത്ത് പോകണ്ട. ലിവ് ലൈക്ക് ദ സ്പിരിച്വൽ മാൻ. ആത്മീക മനുഷ്യനായിട്ട് ജീവിക്കുക, ദൈവ വെളിച്ചമായിട്ട് മാറട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വെളിച്ചമായി മാറണമെങ്കിൽ ആത്മാവിൻ്റെ കണക്ഷൻ എപ്പോഴും ഉറപ്പിച്ച് ഇരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. 3 തരത്തിലുള്ള മനുഷ്യരുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ കർത്താവേ. പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, ആത്മീക മനുഷ്യൻ. ഞങ്ങളെ പലരും കർത്താവേ ദൈവത്തെ സ്വീകരിച്ചവരാ, എന്നാൽ ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത് ജഡീക മനുഷ്യരെ പോലാണ്, പ്രാകൃതരെ പോലെ. ജഡീക മനുഷ്യരെ പോലെ ഞങ്ങൾ ഈ ലോകത്തിലുള്ള പുറമേ കണ്ട് മാത്രം ജീവിക്കുകയാണ്. ഒരിക്കലും ആഴത്തിലോട്ട് ഇറങ്ങി നിന്നോടൊന്ന് ചോദിച്ചിട്ട് അപ്പച്ചൻ്റെ പരിശുദ്ധാത്മാവാണോ നിയന്ത്രിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ആത്മീക മനുഷ്യൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് എപ്പോഴും കണക്റ്റഡ് ആണെന്നും ആ പവർ സോഴ്സ് ഒരിക്കലും മാറുന്നില്ല എന്ന് ഞങ്ങളെ പഠിപ്പിക്കുമ്പം വചനത്തിൽ നിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും നിൻ്റെ അടുക്കൽ വന്നിരുന്ന് എൻ്റെ ശബ്ദം കേട്ടിട്ട് മറ്റുള്ളവർക്ക് സഹായിക്കാൻ പോകാവൂ. ഞങ്ങളെ തന്നെ നിറച്ചിട്ട് വേണം പോകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് സ്തോത്രം. എന്നും കത്തിക്കൊണ്ട് നിൽക്കുന്ന വിളക്കായിട്ടും സൂര്യനായിട്ടും നിൽക്കണമെങ്കിൽ നിന്നിൽ നിന്നുള്ള പ്രകാശം നിൻ്റെ വെളിച്ചം, നിൻ്റെ ഭക്ഷണം ഞങ്ങൾക്ക് തരണം കർത്താവേ. അങ്ങനെ ഞങ്ങളെ ആത്മാവിൽ ഞങ്ങളെ തന്നെയല്ല, ഞങ്ങളെ കാണുന്നവർക്കും ഈ യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം കൂടി ഇട്ട് കൊടുക്കണം. അത് അപ്പച്ചന് മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. നാഥനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.